ഉടഞ്ഞ് ഇല്ലാതാകാനുമുള്ള ഒരു സമയം. അതാണ് നോമ്പുകാലം. തിരിച്ചു വരൂ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് ദൈവം നമ്മെ വിളിക്കുന്ന വിശുദ്ധ സമയം. ഹൃദയം തിരിയുക എന്നത് ഒരു വെറും വികാരമല്ല, അതൊരു തീരുമാനമാണ്. കാൽവരിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജം സഹനം മാത്രമല്ല, ക്ഷമയും കരുണയും പാപപരിഹാരവും നമ്മൾ സ്വന്തമാക്കണം. കർത്താവിന്റെ കോപം നിനിവേ നിവാസികളിൽ നിന്ന് മാറിപ്പോയത് 3 പ്രവൃത്തികളിലൂടെയാണ്: ഉപവാസം, പ്രാർത്ഥന, പ്രാശ്ചിത്തം. ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവേൻ. ബാറൂക്ക് അധ്യായം 4 വാക്യം 26. ഇഷ്ടമുള്ള പലതിനെയും ഉപേക്ഷിക്കുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന വിടവ് ദൈവകൃപയാകുന്ന നിറവുകളാൽ നികത്തണം. എങ്കിൽ മാത്രമേ ഉപേക്ഷിച്ച ആ പഴയ സ്വഭാവം വീണ്ടും നമ്മെ തേടി വരാതിരിക്കുകയുള്ളൂ. ഒരാളുടെ കണ്ണും നീ കാരണം നിറയാതിരിക്കട്ടെ. നിന്നെപ്പറ്റി ഒരാളും ദൈവത്തോട് പരാതിപ്പെടാൻ കാരണമാകരുത്. യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലേക്ക് ഒഴുകുന്ന ദൈവകൃപ സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? എങ്കിൽ തിരിച്ചു വരൂ.